കുറെ നേരമായിട്ട് ഞാൻ മണം ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുക, അപ്പഴ എന്നെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒറ്റ കാര്യം കൂടെ ഉണ്ട്, ഒരു ഡിവോഷണൽ സോങ് കൂടെ പാടോ? അശ്യോ, അതിപ്പോ ഇത് പാടാൻ പാടിയാലേ ഞാൻ ആദ്യം പാടിയൊരു CD ഉണ്ട്, കൃഷ്ണാർപ്പണം എന്നാണ് പേര്. സിനിമയിലൊക്കെ പാടുന്നതിന് മുമ്പാണ് പാടിയത്. അതിലെ ഒരു 4 വരി പാടാം. ഇപ്പോൾ ഓർമ്മ വരുന്ന വരികൾ എനിക്ക് ഓർമ്മ വരുന്നത് പോലെ പാടാം. ഏകാദശിയുടെ രാവിലിൻ മനസ്സൊരു നീലക്കടമ്പായി പൂത്തുലഞ്ഞു. യദുകുലനാഥന്റെ മുരളീഗാനമതിൽ സ്വരരാഗസുധയായി പെയ്തിറങ്ങി. എന്തായാലും ഞാൻ വാക്ക് പറഞ്ഞ പോലെ ഞാൻ എന്തായാലും ഫുഡ് തരാം. ഭയങ്കര ഭക്ഷണപ്രിയനാണ്. ഇപ്പൊ കല്യാണം കഴിയുന്ന സമയത്തൊക്കെ നല്ല വണ്ണം ഉണ്ടായിരുന്നു. അത് ഞാനല്ല കാരണം. വണ്ടി കൊടുത്ത് അടി മേടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അത് അല്ല, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ആണല്ലോ ജിമ്മും ആഹാരം കൊടുക്കാൻ. നല്ല ഇംപ്രഷനാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഷാമ മതി, വണ്ടി കൊടുത്ത് അടി മേടിച്ചല്ലോ, കഴിക്കൂ. ഞാനല്ല ചോദിച്ചല്ലേ പറഞ്ഞു. ഷാമ എങ്ങനെയുണ്ട്? ഇഷ്ടായോ? ഇതൊരു സ്പെഷ്യലാണ്, നമ്മുടെ ഇവിടെ ഒന്നും കിട്ടുകയല്ല. എന്താണ് ഇതിനകത്ത്? ചിക്കൻ ഉണ്ട്, പിന്നെ ഇതൊരു കുൽച്ചയാണ്, നമ്മുടെ ചപ്പാത്തി മാവ് വെച്ച് ചെയ്ത സ്പെഷ്യൽ കുൽച്ച. ആ കുൽച്ചക്കകത്ത് പനീറുണ്ട്. ഇതിനകത്ത് ഫില്ലിംഗ് ചിക്കൻ ആണ്. ചിക്കൻ കുൽച്ച റോള് സ്പെഷ്യലാ. അത് വെളിയിലൊന്നും മേടിക്കാൻ കിട്ടുകയല്ല, നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുത്തേ ഒക്കത്തുള്ളൂ. എന്തായാലും ഇത് ഉണ്ടാക്കും. ഷാമേ, കിട്ടിക്കഴിഞ്ഞ ഉടനെ എന്നെ ഒന്ന് വിളിച്ചു പറയാം പ്ലീസ്. ഏതാ ഇഷ്ടം? അവന് ചിക്കൻ, പ്രോൺസ് ഇതൊക്കെയാണ് ഇഷ്ടം. നോൺ വെജാ കൂടുതൽ? നോൺ വെജാ ഇഷ്ടം, വെജിറ്റേറിയൻ കുറവാണ്. ഇപ്പൊ താല്പര്യം കുറവാണ്, പക്ഷെ അത് പാടില്ലല്ലോ. പറയാൻ പറ്റും ദിവസവും പാടില്ല പാടില്ല, പക്ഷെ അത് കണ്ട ആരാ കഴിക്കാത്തല്ലേ? എല്ലാരും കഴിക്കും. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇവന്റെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാ. എല്ലാരും ചിക്കൻ, കാര്യമില്ല. പിന്നെ കൊറേയൊക്കെ പറഞ്ഞു കൊടുക്കാന്നേ ഉള്ളൂ, അല്ല സ്കൂളിൽ കൊടുത്തു വിടുന്നത് അതുപോലെ തിരിച്ചു കൊണ്ടുവരിക. വെജാണെങ്കിൽ എന്താണെങ്കിലും അങ്ങനെയൊന്നും കഴിക്കുകയില്ല. കുട്ടികളുടെ കൂടെ തരുന്ന കഴിക്കില്ല. ആ സമയത്തും കൂടെ അന്നേരം അപ്പം ചീത്ത പറയോ? വഴക്കൊന്നും പറയല്ല. എനിക്ക് സീരിയസ്നെസ് കുറവാന്ന് പറഞ്ഞില്ല. അന്നേരം അഖില വഴക്ക് പറയോ? എനിക്ക് തോന്നുന്നു ഞാനാണ് കുറച്ചെങ്കിലും തല്ലിയിട്ടുണ്ടോ കൊച്ചിനെ? ചെലപ്പോ കൊടുക്കും. ഇങ്ങനെ ക്ഷമയുടെ നെല്ലിപ്പലക കാണുന്ന ചില അവസരങ്ങൾ ഉണ്ടാവുമല്ലോ, അപ്പൊ അറിയാതെ നമുക്ക് കൊടുക്കേണ്ടി വരും. കൺട്രോള് പോയി കൊടുക്കുന്ന. ഓക്കെ, നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഗായിക പാടുന്ന ഇഷ്ടപ്പെട്ട മലയാളത്തിലാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. എല്ലാവരും നമ്മൾ പണ്ടേ പാടിയ ജാനകിയമ്മ, സുശീലാമ്മ, പിന്നെ ചിത്ര ചേച്ചി, സുജാ ചേച്ചി, എല്ലാവരെയും എനിക്കിഷ്ടമാണ്. പിന്നെ പുതിയ സിംഗേഴ്സിൽ ശ്രേയ ഘോഷാൽ, പിന്നെ ശ്വേത, അങ്ങനെ എടുത്തു പറയാൻ പറ്റില്ല, എല്ലാവരും എനിക്കിഷ്ടമാണ്. മഞ്ജരി, എല്ലാവരുടെ സിംഗിങ് ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. സ്റ്റേജ് പ്രോഗ്രാംസിൽ ആരുടെയാ കൂടുതലും പാടിയിരിക്കുന്നത്? അങ്ങനെയില്ല, അങ്ങനെ സെലക്റ്റഡ് ആണ്. ജാനകിയമ്മയുടെ ഒക്കെ പാടിയിട്ടില്ലേ? എല്ലാവരുടെയും പാട്ട് അങ്ങനെ സെലക്ട് ചെയ്ത് പാടാറില്ല. ഇപ്പൊ സ്റ്റേജ് പ്രോഗ്രാംസ് ചെയ്യുമ്പോൾ ഓഡിയൻസ് പറയോ, റിക്വസ്റ്റ് ചെയ്യോ ഇന്നത് വേണം? അങ്ങനെയുള്ള ഓഡിയൻസും ഉണ്ട്, പഴയ പാട്ടുകൾ മാത്രം ഇഷ്ടപ്പെടുന്ന ഓഡിയൻസും ഉണ്ട്, എന്നാൽ അടിപൊളി പാട്ടുകൾ വേണം എന്ന് മാത്രം പറയുന്ന ഓഡിയൻസും ഉണ്ട്. അപ്പോൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലായിരിക്കും ഒരു പ്രോഗ്രാം മുമ്പോട്ട് പോകുന്നത്. നമുക്ക് കുറച്ചാകുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ. പഴയ പാട്ടുകളൊന്ന് സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ഏതായിരിക്കും പെട്ടെന്ന് മനസ്സിൽ വരുന്നത്? അവിടുന്നെൻ ഗാനം കേൾക്കാൻ ചെവിയോർത്തിട്ടരികിലിരിക്കെ
സ്വരരാഗ സുന്ദരിമാർക്കോ വെളിയിൽ വരാനെന്തൊരു നാണം, വെളിയിൽ വരാനെന്തൊരു നാണം. ശ്യാമൻ, അഖിലയ്ക്ക് മെലഡിയാണോ ഏറ്റവും കൂടുതൽ പാടിയാ യോജിക്കുന്നത്, അതോ മറ്റേ അടിപൊളി സോങ്? മെലഡി മറ്റേ അടിപൊളി ഒക്കെ എനിക്ക് മെലഡി ഇഷ്ടം. അതെ അതെ, ഉള്ള ഒരു ബോഡി ലാംഗ്വേജ് എല്ലാത്തിനും മെലഡിയാണല്ലോ. അതാ ഒരു ഇഷ്ടം. എനിക്ക് തോന്നുന്നു ബേസിക്കലി ശ്യാമിന് ഒരു നാടൻ പെൺകുട്ടിയൊക്കെ ഇഷ്ടം. അല്ല 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 അല്ലേ? അടിച്ചുപൊളി പെൺകൊച്ചിനെ ഇത് മതി, ഇത് മതി, ഇനി കൂടുതലൊന്നും പറയാനില്ല. ഇത് തന്നെ ധാരാളം. കോമഡിയാണ്. മൊത്തം പൊളിഞ്ഞു. അഖില കഴിക്കൂ. ഞാൻ ഈ കുറച്ച് ഈ ഇങ്ങനത്തെ റോൾ ടൈപ്പ് ഫുഡ്സ് ഒരുപാട് കഴിക്കും വെളിയിൽ നിന്ന്. ഇപ്പോൾ ഷവർമ ആയാലും ഒരുപാട് പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന കൂട്ടത്തിലാണ്. ഷവർമ, ഇപ്പോൾ സബ്വേ എല്ലായിടത്തും പോയിട്ട് പോയി കഴിക്കും. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഈ കുൽച്ച, ഈ തന്തൂർ ഐറ്റംസ് എല്ലാം കൂടെ വെച്ചിട്ടുള്ള ഇത് വളരെ ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ മയണൈസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇല്ല, മയണൈസ് ഒന്നുമില്ല. നല്ല ഹെൽത്തി ആയിട്ടുണ്ട്. ഹെൽത്തിയും കൂടിയാ. അതുകൊണ്ട് മൈദ ഒന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ചപ്പാത്തി കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ തീർച്ചയായിട്ടും, പിന്നെ സ്കൂളിൽ കൊടുത്തു വിടാൻ പറ്റിയ സാധനമാണ്. പക്ഷെ രാവിലെ 9 മണിക്ക് കൊച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഒരു 5 o'clock എണീറ്റാ മതി. അത്ര അപ്പൊ എന്നെ 7:30 അഖില നല്ല. പക്ഷെ അഖിലേക്ക് നല്ലൊരു കുക്ക് ചെയ്യാൻ അറിയാലോ, പിന്നെ സ്പീഡിലാവാനേ ഉള്ളൂ. കുക്ക് ചെയ്യും. ശ്യാമനി ഒന്നും പറയരുത്, കുക്ക് ചെയ്യും. ഇത് മതി. എന്തായാലും എന്റെ ഷോയിൽ വന്ന് ഇത്രയും എന്താ പറയാ ബഹളമൊക്കെ വെച്ച് എനിക്കിഷ്ടമായിട്ടോ ഇങ്ങനെ വർത്താനം പറയാന്. ഇങ്ങനെ വർത്താനം പറയുന്നവരോട് നമുക്ക് കൂടുതൽ ചോദിക്കാനും ഒക്കെ ഇഷ്ടം. പക്ഷെ ചോദ്യത്തിന് ചേച്ചി, ഞങ്ങള് പ്രോഗ്രാംസ് കാണുമ്പോൾ ഞങ്ങൾ തന്നെ പറയാറുണ്ട്, അയ്യോ എന്തൊരു പാലയാണോ? പാലല്ല, കോട്ടയം. കോട്ടയംകാരിയുടെ ഒരു എല്ലാ ഇച്ചിരി ഭയങ്കര നാച്ചുറൽ ആങ്കറിങ്ങും നാച്ചുറൽ ആയിട്ട് എല്ലാ സംഭവങ്ങളും പറയുന്ന ഒരു മോളെ. അതെനിക്ക് എന്നാന്നറിയോ, ബേസിക്കലി എനിക്കുണ്ട്. എന്നാന്ന് വെച്ചാൽ ഞാൻ എന്നാന്നോ അത് മതി എനിക്ക്. നല്ലൊരു കാര്യം. നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ഇഷ്ടത്തോടെ കാണാനും തോന്നും. ഭയങ്കര സന്തോഷം ഇങ്ങനൊരു ഷോയിൽ വരാൻ പറ്റി. ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡ് കഴിക്കാൻ പറ്റി. ഒരുപാട് സന്തോഷം. താങ്ക് യു മോളെ. എന്റെ ഷോയിൽ വന്നതിന് സ്പെഷ്യൽ താങ്ക്സ്. ശ്യാമിന് സ്പെഷ്യൽ താങ്ക്സ്. പ്രേമനോട് അന്വേഷണം പറയണം. പക്ഷെ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ എനിക്കൊരു പാട്ട് തന്നേ പറ്റൂ. പിന്നെ തീർച്ചയായിട്ടും ഒരു പാട്ട് പാടും. ശ്യാമവാനിലേതോ കണിക്കൊന്ന പൂത്തുവോ, സ്വർണമല്ലിപ്പൂവുതിർന്നുവോ, പ്രിയ ഗ്രാമ കന്യ കണ്ടുണർന്നുവോ, കുങ്കുമപ്പൂത്താലം കതിരോന്റെ പൊന്നുകോലം, കുങ്കുമപ്പൂത്താലം കതിരോന്റെ പൊന്നുകോലം, കണ്ടു കൊതി